പെൻഷൻകാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 16-ന് തിരുവനന്തപുരത്ത് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു. അനുവദിക്കേണ്ടതില്ല, തൽക്കാലം അത് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവാണ് വന്നത്. ഈ ഉത്തരവിന്റെ ഈ സർക്കുലറിന്റെ വെളിച്ചത്തിൽ ഇതുവരെ 2023 മാർച്ച് 31-ന് ശേഷം റിട്ടയർ ചെയ്ത കേരളത്തിലെ മൊത്തം ജീവനക്കാർക്കും അധ്യാപകർക്കും ഇതുവരെയായിട്ട് ഒരു ഗതി പോലും ശമ്പള കുടിശ്ശിക നൽകിയിട്ടില്ല. ഇത് നൽകാൻ വേണ്ടി ഞങ്ങൾ വ്യക്തിഗതമായിട്ടും ഗ്രൂപ്പായിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെ 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം 2019 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ. 10/2/2021 സർക്കാർ ഉത്തരവ് 27/2021 പ്രകാരം പരിഷ്കരിച്ചു. 2019 ജൂലൈ മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള 20 മാസത്തെ കുടിശ്ശിക സേവനത്തിൽ ഇരിക്കുന്നവർക്ക് 4 തവണകളായി പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുവാനും PF ഇല്ലാത്തവർക്ക് വിരമിച്ചവരുമായ ജീവനക്കാർക്കും അധ്യാപകർക്കും 2021 മെയ് 31-ന് ശേഷം പണമായി നൽകുന്നതിനും ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നു. എന്നാൽ സർക്കാർ കുടിശ്ശിക നൽകുന്നത് തടഞ്ഞുവെച്ചിരിക്കുകയാണ്. ഇതുമൂലം 2021 മെയ് 31-ന് ശേഷം വിരമിച്ച 10,000-കണക്കിന് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. എന്നാൽ 2021 മെയ് മാസത്തിന് ശേഷം വിരമിച്ച കോ ടെർമിനൽ ജീവനക്കാർക്കും SSKയിൽ അന്യത്ര സേവനത്തിലായിരുന്നവർക്കും 2021-ന് ശേഷം വിരമിച്ചവരും പിന്നീട് മരണപ്പെടുകയും ചെയ്തവരുടെ ആശ്രിതർക്കും ഈ തുക അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പെൻഷൻകാരെ 2 തട്ടിലാക്കി ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം നടത്തുന്നതെന്ന് ഭാരവാഹികളായ PP സൈതലവി, നാരായണൻ V, ബാബു C, സുന്ദരൻ VP എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹലോ മലപ്പുറം, പുതിയ വർഷത്തിൽ പുതുപുത്തൻ ഹോം അപ്ലയൻസസുകൾ സ്വന്തമാക്കാം നന്ദിലത് ജിമാർട്ടിന്റെ ഏറ്റവും പുതിയ ഓഫറുകളോടെ. 70% വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ, 50% വരെ ഡിസ്കൗണ്ടിൽ AC-കൾ, 45% വരെ ഡിസ്കൗണ്ടിൽ റെഫ്രിജറേറ്ററുകൾ, 50% വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ, കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ടുകളും EMI എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും